അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവ്യയുടെ ഇവക്കുള്ളത്. അവള് ചെന്ന എവിടെയും ഭയങ്കര വർത്താനവും ആ ഏരിയ മൊത്തം അവളുടെ ഏരിയയിലാക്കി കളയും. എല്ലാ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും അവളായിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കളയും. അത് തന്നെയാണ് ഇവളുടെ സംഭവം. നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാ ശരിക്കും പറഞ്ഞു. അല്ല എന്തായാലും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലൻസ് ആയി. ഇപ്പൊ ദിലീപേട്ടന് വേണ്ടി ഇതേ വെജ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നേ. കഴിക്കട്ടെ, അതിന്റെ ഇടയിൽ ഞാൻ ആണ്. അല്ല ദേപ്പുട്ടില് ഫുഡിന്റെ കാര്യം പറയണം. ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദേപ്പുട്ടിലുള്ളത്. കാരണം ഞാനും കെട്ടിയനും കൂടെ വന്ന ദിലീപേട്ട പുള്ളി എപ്പോഴും കഴിക്കുന്ന ഇലയിലൂണാണ്. ഇവിടുത്തെ ഇലയിലൂണ്. ആ ദിലീപേട്ട ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? പണ്ട് എനിക്ക് അങ്ങനെ ഒന്നിനോട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോട് നല്ല ടേസ്റ്റ് ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ കഴിച്ചിരുന്നത് പുട്ടും മാമ്പഴമാണ്. പുട്ടും മാമ്പഴവും. ഈ പുട്ടിൻ്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല രസമാണ് കുഴച്ച് കഴിക്കാൻ. അതുപോലെ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ പാലും പഞ്ചസാരയും ഒക്കെ നല്ല ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പുതിയ പുതിയ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചിക്കനും പ്രോൺസും അത് എന്തൊക്കെ ഡിഷ് ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡിഫറെന്റ് കോംബോകൾ നമ്മൾ ശ്രമിച്ചു നോക്കുന്നു. മില്ലറ്റ് പുട്ടുണ്ട് ഇവിടെ. മില്ലറ്റ് പുട്ട്, വീറ്റ് പുട്ട്, റാഗി പുട്ട്, ഓട്സ് പുട്ട്. അപ്പൊ ഏത് പ്രായത്തിൽ വന്നാലും ഇപ്പൊ ദിലീപേണ്ട സിനിമകൾ നമ്മൾ പറയില്ലേ പ്രായഭേദം, അതാണ് പ്രായഭേദമന്യേ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് ക്ലീൻ നീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും ദിലീപേട്ടന്റെ പടങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് ദേയ്പുട്ടിന്റെ കാര്യവും. ആര് വന്നാലും ഇവിടെ കഴിക്കാനുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ ദിലീപേട്ട ഞാനൊരു ചെറിയ സെഗ്മെന്റ് ആണ്, വേറെ ഒന്നല്ല. നമ്മള് പുട്ടും ഇല്ല ഫോണാണ്. ഇപ്പോ നമ്മൾ ഫുഡ് റിലേറ്റഡ് ആണ്, തങ്കമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ ദിലീപേട്ട ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ 4 ചോദ്യം ചോദിക്കാൻ പോവാണേ. ദിലീപേട്ടൻ എന്താന്ന് പറയണം. കടങ്കഥകളാ പണ്ടത്തെ മലയാളത്തിലെ. അതെന്താണ്? എല്ലാ ഫുഡാണ്. ഇതിന്റെ ആൻസർ വരുന്ന എല്ലാ ഫുഡാണ്. ദിലീപേട്ടന് കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ഫുഡാണ്, അത് മാത്രമേ ഉള്ളൂ ക്ലൂ. ഡോണ്ട് ആസ്ക് മീ എനി അതർ ക്ലൂ. 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. അയ്യോ, അറിയാം ദിലീപേട്ടന് എന്താണേലും ഇത് അറിയാൻ പറ്റും. ആർക്കെങ്കിലും എന്താ പറയാ, ഞാൻ ഈ സമൂഹത്തിലുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഓട്ട് കിടുന്ന വിഷയങ്ങളൊന്നും ആലോചിച്ച് സമയം കളയാറില്ല. അപ്പൊ അതുകൊണ്ട് സ്വയം പറയുന്നതായിരിക്കും നല്ലത്. ദോശ 100 ഓട്ട. കുറെ ഓട്ടകൾ വരത്തില്ല കേട്ടാ ഇങ്ങനെ പൊള്ളി വരുമ്പോ. അങ്ങനെ പറയാൻ പറ്റൂല. അല്ലല്ല, അങ്ങനെ ഓട്ടമൊന്നും വരുമൊന്നുമില്ല. അതിന്റെ മേളില് അങ്ങനെ വന്നേക്കാം. അത് ഫുൾ അത് എല്ലാ ദോശക്കൊന്നും വരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ കൊണ്ടുത്തരാൻ കാണിച്ചുതരാം. അല്ല മറ്റേ ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല. അങ്ങനെ ദോശക്ക് ഓട്ടയാണെങ്കിൽ എങ്ങനെ ശരിയാവണത്? അങ്ങനെയല്ല, ഇതിലിപ്പം അങ്ങനെ ദോശയിൽ ചട്നി ഒഴിച്ചു കഴിഞ്ഞാൽ ചട്നി താഴെ പോട്ടെ അല്ലേ? ശരിയാണല്ലേ? അപ്പൊ പിന്നെ അത് മാറ്റി പഠിക്കണം. ശരി. അടുത്തത് അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി. ചേട്ടാ സീരിയസ് ചോദ്യം. ഞാൻ ഒന്നാമത് ഈ ജാതി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ഞാൻ പിടിക്കില്ല. ഇതാ അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായരെ കുത്തിപ്പുറത്താക്കി. നമ്മുടെ അച്ഛൻ അപ്പൂപ്പനൊക്കെ പിള്ളമാരാണ്. നമുക്ക് ഈ നായന്മാരുടെ വിഷയം നമുക്ക് അത്ര പിടിയില്ല. ഇത് ദിലീപേട്ട അറിയാം, ഇത് പറഞ്ഞേ പറ്റൂ. എന്താണത്? ഒന്നുകൂടി പറഞ്ഞു. അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തിപ്പുറത്താക്കി. കോൽപ്പുള്ളി നായര് കുത്തിപ്പുറത്താക്കിയ എന്താണത്? പപ്പടോ? എന്താണ്? പുട്ട്. അതാണത്. ഒന്നുകൂടി ചോദിക്കാം. അത് പുട്ട്. ഇനി വളരെ എളുപ്പമാണ്. അരിപ്പുള്ളി നായര്, ക്ലാരിറ്റി പറയണം എല്ലാത്തിനും. അരിപ്പുള്ളി നായര്, അരിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അരിമാവ്, അരിപ്പൊടി. പുള്ളി എന്ന് പറയണ അതെനിക്കറിയില്ല കേട്ടാ. ഒരു കാര്യം പറയുമ്പോ അതിന് വ്യക്തമായിട്ട് അറിവുണ്ടാവണം.
അരിപ്പുള്ളി നായര്. പിന്നെ അടുത്തത് തേങ്ങാപ്പുള്ളി നായര്. പുള്ളിയായിട്ട് എന്താ ഇതാണ് ബന്ധം? പുള്ളി എന്ന് പറയുമ്പോ കാക്കപ്പുള്ളി അങ്ങനത്തെ പുള്ളി പോലത്തെ നമ്മൾ മറ്റേ പുള്ളി എന്നൊക്കെ പറയില്ല, ആ പുള്ളി ഈ പുള്ളി അങ്ങനത്തെ പുള്ളിയാണ് ഇതില്. അപ്പൊ അരിപ്പുള്ളിയും തേങ്ങാപ്പുള്ളിയും. എന്നിട്ട് പുള്ളി നായരും ചെന്ന് മുളപ്പുള്ളി കുത്തുന്ന ആളാണ് നായര്. പിന്നെ എല്ലാരും നായന്മാരാ. ശരി ചേട്ടാ വെറുതെ ഇത് വർഗീയത. മുളപ്പുള്ളി നായർ, അത് മുളയായിരിക്കും ഉദ്ദേശിക്കുന്നത്. മുളയിന്റെ അകത്ത് മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി എല്ലാ നായന്മാര്. അപ്പൊ ലാസ്റ്റ് കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. ഇതെവിടെ കറക്റ്റ് ആയിട്ടാ? പുട്ടാണ് കേട്ടോ. അത് വരവെച്ചു. ഞാൻ പുതിയൊരു ഐറ്റം പഠിച്ചു. ആ പുതിയൊരു കാര്യം പഠിച്ചു. ഇനി അടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്. പറഞ്ഞു തന്നിട്ട് ചോദ്യം ചോദിച്ചാ പോരെ? ഇത് എളുപ്പമുള്ള ചോദ്യമാണേ. ശാശി ശുമ്മാക്കെട ശപ്പൻ നായരുടെ മേലെ ചോദിക്കുന്നില്ലെങ്കിൽ ചിലപ്പോ ദിലീപേട്ടനെ കൊല്ലും. ശാശി ശുമ്മാക്കെട ശപ്പൻ നായരുടെ മേലേക്കെട. ഇത് പണ്ടേട്ടാ, ഇപ്പൊ 1986 നമ്മൾ സംഘടനയുടെ കാര്യം പറഞ്ഞ പോലെ പണ്ട് നമുക്ക് വംശനാശം വന്ന്, എനിക്ക് അത്ര ഏജ് ഇല്ല, അതുകൊണ്ട് എനിക്ക് പിടികിട്ടണല്ലോ ഇതെന്താന്ന്. ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇത് വേറൊന്നല്ല കേട്ടോ. അതിന്റെ ശപ്പൻ നായരുടെ മേലേക്കെട എന്ന് പറയുമ്പോ നമ്മുടെ കടുക് താളിച്ച് ഒഴിക്കുന്നതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കുറപ്പേരുകൾ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളേ. ഇത് ശാശി ശുമ്മാക്കെട. ഞാൻ പറയുന്നില്ല. ഇത് കടുക് താളിച്ച് പുറത്തൊഴിക്കുന്നത്, കറിയുടെ പുറത്തൊഴിക്കുന്നതിനാണ് അത് പറയുന്നത്. അതൊക്കെ പണ്ട് അന്യം നിന്ന് പോയതാ. ഒരെണ്ണം കൂടെ ഉള്ളു, ഇത് പറയാൻ പറ്റുന്നില്ല. വേണ്ട. പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ട. പച്ചയ്ക്കൊരു കെട്ട് പപ്പടം. കറക്റ്റ്. ഇത്രയേ ഉള്ളൂ. ദിലീപേട്ടൻ അറിയൊക്കെ ചെയ്യാം കേട്ടോ. ചുമ്മാ ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് പറഞ്ഞ പിന്നെ കാര്യമില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ എന്റെ വായിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കേൾക്കാനാണല്ലോ പറയണത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരിക്കലും ദിലീപേട്ട ഒരിക്കലും ഇല്ല. നമ്മൾ എത്രയോ വേദികളിൽ നിന്നിട്ട് ഞാൻ അമിതമായി കളിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളൊരു സ്റ്റേജിൽ ദിലീപേട്ട എൻട്രിക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടിയ ഒരു ഇവന്റ് കൂടിയായിരുന്നു ഞങ്ങളുടെ. മാമാങ്കം എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു ഇവന്റ്. ദിലീപേട്ടൻ ഡാൻസ് കളിച്ചോണ്ടാ വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് അസാധ്യമായിട്ടാണ് ഡാൻസ് ചെയ്തത്. ശരിക്കും പറഞ്ഞ ഡാൻസ് ക്ലാസ്സിൽ എവിടെയെങ്കിലും ദിലീപേട്ടൻ പോയി പുറത്ത് പോയി ഓസ്ട്രിയ, ഇംഗ്ലണ്ട് എവിടെയെങ്കിലും പോയി ഡാൻസ് പഠനം നടത്തിയിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. ഞാൻ മോശപ്പെട്ട ഡാൻസർ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഡാൻസ് ഒന്നും അറിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അല്ലല്ല, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാൻസ് മാസ്റ്റർമാരുടെ എടുക്കാം. ഞാൻ ഇതൊക്കെ നമ്മള് പണ്ട് സിനിമയിൽ ഇങ്ങനെ നടനാവുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. ഡാൻസും ഫൈറ്റും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ ആ സമയത്ത് നമ്മളത് ചെയ്യാണ്. അപ്പോ ദിലീപേട്ടനുമായിട്ട് ദേപുട്ടിൽ ഇരിക്കുകയാണ്. ദിലീപേട്ട ദേപുട്ടിന്റെ ഇപ്പൊ കൊച്ചിയിലാണ്. ദുബായില് ഈ പറഞ്ഞ പോലെ നമുക്ക് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ദേപുട്ട് അവിടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതൊക്കെയാണ് ഏട്ടാ പുതിയ സ്ഥലം ഓപ്പണിങ്സ്? ദേപുട്ട് പിന്നെ നമ്മള് ഖത്തറിലുണ്ട്. ഇപ്പൊ നമ്മള് ജിദ്ദ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിലൊക്കെ ഒരു തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനോഗ്രേഷന്റെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. പിന്നെ നമ്മൾ ഷാർജ തുടങ്ങാൻ പോകുന്നു. ഷാർജ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പറഞ്ഞ പുട്ട് തന്നെ വേണം എന്ന് ദിലീപേട്ടൻ. കാരണം അരിപ്പത്തിരി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ദേപുട്ടിൽ എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം ശരിക്കും ദേപുട്ട് എന്ന് പറഞ്ഞ് നമ്മള് ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അതൊരു സീരിയസ് ലെവലിലേക്ക് മാറി. എന്നുവെച്ചാൽ നല്ല ഭക്ഷണം എന്നുള്ള റിപ്പോർട്ട് കിട്ടി. എല്ലാവരും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നമ്മളോടുള്ള വിശ്വാസവും ഒക്കെ ഉള്ളൊരു ഇത്. അപ്പോൾ നമ്മുടെയും ടെൻഷൻ അതാണ്. നമ്മൾ ഭക്ഷണമാണ്. ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ പോലെയുള്ള കലാകാരന്മാർ ഈ ശരിക്കും പറഞ്ഞാൽ കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് കയറുന്നത്. ഒരു ടച്ച് ഒന്നുമില്ല, കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലെടുത്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം. നമ്മൾ നമ്മുടെ നാവിലൂടെ വയറിലൂടെ അത് മനസ്സിൽ പിടിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ആ ഇഷ്ടമാവുക എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ആദ്യം പുട്ടിൻ്റെ വെറൈറ്റി മാത്രമായിരുന്നു. പിന്നീട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പുട്ട് മാത്രം കഴിക്കുന്ന ആൾക്കാരല്ല.
ചില ആൾക്കാർക്ക് പത്തിരി, ചപ്പാത്തി, അപ്പം വേണം. പിന്നെ ചിലർക്ക് പൊറോട്ട വേണം. കേരളത്തിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പൊറോട്ടയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ, പിന്നെ അതുപോലെ ഉച്ചയാകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒന്നെങ്കിൽ ഇത്തിരി ചോറുണ്ണണം, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി നെയ്ച്ചോറ് കഴിക്കണം എന്നൊക്കെ പറയുന്ന സ്വഭാവം. അങ്ങനെയാണ് നമ്മൾ പിന്നെ പതുക്കെ ഇലയിലൂണ്, ചട്ടിച്ചോറ്, ബിരിയാണി എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ഇപ്പം എല്ലാ ദേപ്പുട്ടിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും എല്ലാ ഭക്ഷണവും കിട്ടും.